നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സകല ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി. അങ്ങനെയുള്ള ദേവി താൻ എവിടെയാണ് സ്ഥിരമായി വസിക്കുന്നതെന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യായമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുമായവരുടെ അടുത്ത് ഞാൻ സ്ഥിരമായി വസിക്കുന്നു, അവരെ പുത്രരെ പോലെ പാലിക്കുകയും ചെയ്യുന്നു എന്നാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നത്. മധുരമായി സംസാരിക്കുന്നവരും സ്വകർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരും ക്രോധഹീനരും ഭഗവത് പാരായണരും കൃതജ്ഞരും ജിതേന്ദ്രിയരുമായവരുടെ അടുത്ത് ഞാൻ നിരന്തരം വസിക്കുന്നു. വൃദ്ധരെയും ഗുരുജനങ്ങളെയും സേവിക്കുന്നവരും ആത്മവിശ്വാസികളും ക്ഷമാശീലവരുമായവരുടെ അടുത്ത് ഞാൻ വസിക്കുന്നു തുടങ്ങിയ വാക്കുകളിലൂടെ ലക്ഷ്മി ദേവി താൻ ധർമ്മശീലരുടെ അടുത്താണ് വസിക്കുന്നതെന്ന് പറയുന്നു. ആചാരാത് പ്രാപ്യതേ സ്വർഗം, ആചാരാത് പ്രാപ്യതേ സുഖം, ആചാരാത് പ്രാപ്യതേ മോക്ഷം, ആചാരാത് കിം ന ലഭ്യതേ എന്നാണ് നാരദപുരാണത്തിൽ ധർമാചരണത്തെക്കുറിച്ച് പറയുന്നത്. ധർമാചരണം കൊണ്ട് സ്വർഗവും ആചാരനിഷ്ഠ കൊണ്ട് സൗഖ്യങ്ങളും സദാചാരം കൊണ്ട് മോക്ഷവും ലഭിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിദമേവ കിം മനുജേഷു ഇഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിദമേവ കിം മനുജേഷു ഇഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. സംസാരത്തിൻ്റെ സാരം എന്താണെന്നാണ് ശിഷ്യൻ്റെ സംശയം. എന്തുള്ളതിനാൽ എല്ലാം ഉള്ളതായി ഭസിക്കുന്നുവോ ആ ഏകമായ ഉണ്മ തന്നെയാണ് സംസാരം എന്നാണ് ഗുരുവിൻ്റെ മറുപടി. ശ്രീ ശങ്കരാചാര്യർ രചിച്ച പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ഭാഗം വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശങ്കരകൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിൽ 4 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ മൊത്തം 9 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറഞ്ഞത്. അവസാനത്തെ ചോദ്യവും ഉത്തരവും കിം വിഷം, എന്താണ് വിഷം എന്നതായിരുന്നു. അതിനുള്ള ഉത്തരം അവധീരണ ഗുരുഷു, ഗുരുക്കന്മാരിലുള്ള ഗുരുജനങ്ങളിലുള്ള അവജ്ഞയാണ്, അവഗണനയാണ് ഏറ്റവും വലിയ വിഷം എന്നതാണ്. തുടർന്ന് 5-ാമത്തെ ശ്ലോകം കിം സംസാരേ സാരം
ബഹുശോപി വിചിന്യമാനമിതമേവ കിം മനുജേഷുഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിതമേവ കിം മനുജേഷിഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ കിം സംസാരേ സാരം. ഇതാണ് ചോദ്യം. സംസാരേ സാരം കിം. സംസാരത്തിൽ എന്താണ് സാരം? സംസാര ശബ്ദം നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട്. ജനന മരണങ്ങളുടെ ആവർത്തനം. അജ്ഞാനകാര്യമായി ശരീരാദ്യുപാധികളിലുള്ള താതാത്മ്യം കൊണ്ട്, കർമ്മങ്ങളിലുള്ള ഞാനെന്നും എൻ്റെ എന്നുമുള്ള അഭിമാനം കൊണ്ട് കർമ്മങ്ങളാൽ ബദ്ധരായി ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് കറങ്ങേണ്ടി വരുന്ന നിരന്തര യാത്രയാണ് സംസാരം. സൃ ഗതൗ, സൃ കുട്ടിലായാം ഗതൗ എന്നീ ധാതുക്കളിൽ നിന്നാണ് സംസാര ശബ്ദം നിഷ്പന്നമാകുന്നത്. അപ്പോൾ കുടിലഗതിയോടൊത്തത് അഥവാ നിരന്തരഗതിയോടൊത്തത്, പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ക്രമത്തിലുള്ളതാണ് സംസാരം. അപ്പോൾ അവിടെ ഈ സൃ ഗതൗ എന്നുള്ള ധാത്വർത്ഥമൊക്കെ മാറ്റി ചിന്തിച്ചാൽ സംസാരം എന്നാണ് ശബ്ദം. സമ്യക്കായ നല്ലപോലെയുള്ള സാരത്തോടു കൂടിയത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സംശയമാണ്, സംസാരേ സാരം കിം? സംസാരത്തിൽ സാരം എന്താണ്? സംസാരത്തിൻ്റെ സാരഭൂതമായത് എന്താണ്? ഇവിടെ ഉപനിഷത്ത് സംസാരമേവ നിസ്സാരം എന്ന് പറയുന്നുണ്ട്. സംസാരം നിസ്സാരം തന്നെയാണ്, സാരമില്ലാത്തതാണ്. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ഭാഷ്യത്തിലൊരിടത്ത് കദളീസ്തംഭവത് അസാരഹ എന്ന് പറയുന്നുണ്ട്. കദളീസ്തംഭം പോലെ അസാരമാണ് ഈ സംസാരം. കദളീസ്തംഭം എന്ന് പറഞ്ഞാൽ വാഴയുടെ കാണ്ഡമാണ്. അത് ഒരു തടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൽ സാരമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഓരോ പോളയായിട്ട് പൊളിക്കുകയാണ്. ഓരോരു പോള പൊളിക്കുമ്പോഴും അടുത്ത പോള, അത് പൊളിക്കുമ്പോൾ അടുത്ത പോള, അങ്ങനെ പൊളിച്ച് പൊളിച്ച് പോയാൽ മനസ്സിലാവും ഇതിനുള്ളിൽ ഒരു സാരവും ഇല്ല എന്ന്. അതുപോലെയാണ് ഈ സംസാരം. എൻ്റെ, നിൻ്റെ, ബന്ധുത്വം, ശത്രുത്വം, ഇങ്ങനെയുള്ളതായ ഭാവങ്ങളെ കൊണ്ട് പലവിധ വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് കേമമാണല്ലോ എന്ന രീതിയിൽ ആകർഷണീയമായി കാണിക്കപ്പെടുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുകയാണ്. സ്ഥാനമാനങ്ങൾ, പദവികൾ, അത് ഇത്. പക്ഷേ എന്താണ് അതിൻ്റെ സാരമെന്ന് നിരൂപണം ചെയ്യുമ്പോൾ ഒരു സാരവും ഇല്ല എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ എന്നുള്ള തുച്ഛത്വ ബുദ്ധി വന്നു. അത് സംസാരമേവ നിസ്സാരം. എങ്കിലും സംസാരം എന്നാണല്ലോ ശബ്ദം. അവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്, എന്താണ് ഇതിൻ്റെ സാരം? അപ്പോൾ പറയുകയാണ്, ബഹുശഃ ചിന്ത്യമാനം അപ്പി ഇതമേവ. ബഹുശഃ ചിന്ത്യമാനം, പല പ്രകാരത്തിൽ ചിന്തിക്കപ്പെടുന്നത്, പല പ്രകാരത്തിൽ ചിന്തിക്കപ്പെടുമ്പോഴും ഇതമേവ, ഇത് തന്നെയാണ്, ഈ സംസാരം തന്നെയാണ്, ഇത് തന്നെയാണ് അതിൻ്റെ സാരം. എന്താണ് ഇത് തന്നെയാണ് അതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ? വളരെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ സംസാരമുണ്ട് എന്ന് പറയുന്നു, സംസാരമുണ്ട്, ഇതുണ്ട്, മറ്റൊന്നിനെ കൊണ്ട് ഇതുണ്ട്. ഈ സംസാരത്തിൽ മുഴുവൻ തന്നെ ഇത്, അത്, ഇതം അധഃ, ഇത്, അത് എന്നുള്ള രീതിയിൽ വിഭക്തമാണ്. ഇതെന്ന് പറയുന്നതും അതെന്ന് പറയുന്നതും ദേശത്താലോ കാലത്താലോ അകന്നിരിക്കുമ്പോഴാണ്. എന്നാൽ അതെന്ന് പറഞ്ഞ വസ്തുവെ സമീപിക്കുമ്പോഴോ അതും ഇതായി. അങ്ങനെ ഇതം ശബ്ദാർത്ഥമായിട്ട്, ഇതം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥമായിട്ട് എന്തെന്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ, ഈ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇത് തന്നെയാണ് സംസാരത്തിൻ്റെ സാരം. അതെന്താണ്? ഇതാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത്. ഇതുണ്ട്, ഇതുണ്ട് എന്നീ വിധം എന്തെന്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ
അതിലെല്ലാം ഉണ്മയെ കൊടുക്കുന്നത് എന്ത്? ആരാണ് ഇത് എന്നുള്ളതിന് ഉണ്മയെ കൊടുക്കുന്നത്? എന്താണത്? ചിന്തിക്കുക. കാരണം പദാർത്ഥം എന്നുള്ള രീതിയിൽ ഒരു ദൃശ്യത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ്, താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഉണ്ട്, ആകുന്നു എന്ന് പറയപ്പെടാൻ ഹേതുവായിട്ട് ഇത് എന്ന് എന്താണുള്ളത്? ഈ സംസാരം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, ഇത് സംസാരം, അഥവാ ഈ സംസാരമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ ഇത് എന്നുള്ളത് തന്നെയാണ് ബഹുശഃ വിചിന്യമാനമപി. ബഹുശഃ പല പ്രകാരത്തിൽ, വിചിന്യമാനം വിശേഷേണ ചിന്തിക്കപ്പെടുമ്പോഴും ഈ സംസാരത്തിൻ്റെ സാരമായി നിൽക്കുന്നത് ഇത് തന്നെയാണ്. താത്പര്യം എന്ത് ഉള്ളതിനാൽ എല്ലാം ഉള്ളതായി ഭാസിക്കുന്നുവോ ആ ഏകമായ അദ്വിതീയമായ ഉണ്മ തന്നെയാണ് ഈ സംസാരത്തിൻ്റെ സാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ജഗന്മിഥ്യ എന്നൊക്കെ പറഞ്ഞാലും ജഗത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നതിനാസ്പദമായിരിക്കുന്നത് സദ്വസ്തുവല്ലാതെ മറ്റൊന്നല്ല. അപ്പോൾ സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ജഗത്തിനൊരു അസ്തിത്വമില്ല. അതുകൊണ്ടാണ് ജഗന്മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് സംസാരത്തിൻ്റെ സാരം. ഇതാണ് മറുപടി. വളരെ സൂക്ഷ്മ വിചാരം ചെയ്ത് ഗ്രഹിക്കേണ്ടുന്നതാണ് ഈ ഒരു ചോദ്യത്തെയും ഉത്തരത്തെയും. നല്ലപോലെ വിചാരം ചെയ്യുക എന്ന് മാത്രം പറയുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. നവമസ്കന്ധത്തിൻ്റെ സമാപ്തിയിലെ ശുഗൻ്റെ ചോദ്യത്തിന്, പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശുഗഭഗവാൻ മറുപടി നൽകിയത് ശ്രീകൃഷ്ണഭഗവാന്റെ ചരിതം വളരെ കുറച്ച് മാത്രമായിട്ട് ചുരുക്കിയാണ് പറഞ്ഞത്. ഭഗവാന്റെ പരമഭക്തനായ പരീക്ഷിത്ത് അതൊന്നും കൂടെ ഭഗവാന്റെ ചരിതാമൃതം കേൾക്കണമെന്നുള്ള ആഗ്രഹവും ഭക്തിയും നിമിത്തം വീണ്ടും ചോദിക്കുകയാണ് ദശമസ്കന്ധത്തിലൂടെ. അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കാൻ ഒരാളിലുണ്ടാകുന്ന ആഗ്രഹം, അത് തീർച്ചയായും മനഃശുദ്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മനഃശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ഈ കഥകൾ കേൾക്കുന്തോറും വീണ്ടും കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ദശമസ്കന്ധം അതുകൊണ്ട് മനഃശുദ്ധിയോടും ഭക്തിയോടും കൂടി കേൾക്കാം. കാര്യം ഭഗവാന്റെ അവതാര കഥകൾ അത്രയും ഭക്തിയോടുകൂടി വർണ്ണിക്കുന്ന സ്കന്ധമാണ് ദശമസ്കന്ധം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു എന്ന് വിചാരം ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മധുരാപുരി യാത്ര കഴിഞ്ഞതിൻ്റെ നിർവൃതി നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദശമസ്കന്ധം ഭഗവത് സ്മരണയോടുകൂടി ഭഗവത് അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസാപൂർവകമായിട്ട് നമുക്ക് പാരായണം ചെയ്യാം. രാജോവാച. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോഃ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. ഇവിടെ അവസാനം പറഞ്ഞിരിക്കുന്ന ആ വാക്ക് തന്നെ വളരെ ശ്രദ്ധേയമാണ്. പരമാത്ഭുതം. ഭവത അങ്ങയാൽ, സോമസൂര്യോഹു ചന്ദ്രസൂര്യന്മാരുടെ, ചന്ദ്രവംശത്തിലുണ്ടായവരുടെയും സൂര്യവംശത്തിൽ ഉണ്ടായവരിലും, ചന്ദ്രനിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ആ വംശർ, സൂര്യനിൽ നിന്നുണ്ടായിരിക്കുന്ന വംശരുടെയും അവരുടെ വംശവിസ്താര, പുത്രപൗത്രരുടെ ആ പരമ്പരയെക്കുറിച്ചുള്ള വിസ്താരം കഥിത പറയപ്പെട്ടു. ഉഭയവംശാനാം, രണ്ട് വംശത്തിൽ ജനിച്ചിരിക്കുന്ന ഈ ചന്ദ്രവംശത്തിലെയും സൂര്യവംശത്തിലെയും ജനിച്ച രാജ്ഞാം, രാജാക്കന്മാരുടെ പരമാത്ഭുതം, ഏറ്റവും ആശ്ചര്യകരമായ ചരിതം, വൃത്താന്തത്തെ കഥിതം പറയപ്പെട്ടു. അവരുടെ
അത്യധികമായിരിക്കുന്ന ചരിതമാണ് നമ്മൾ കേൾക്കുന്നത്. ആ രാജാക്കന്മാർ പോലും, രാജാവെന്ന് പറഞ്ഞാൽ ആരാണോ പ്രജകളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനെ രാജാവെന്ന് പറയും. ആ രാജാവ് തന്നെ വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനം ചെയ്തു കഴിഞ്ഞാൽ രാജർഷി എന്ന് പറയും. അങ്ങനെയുള്ള രാജാവ് എത്രയധികം ആശ്ചര്യകരമായിട്ടാണോ പ്രജകളെ പരിപാലിച്ചിരുന്നത്, അങ്ങനെയുള്ള രാജാക്കന്മാരുടെ മഹത്തായ ചരിതത്തെ, സൂര്യവംശത്തിൻ്റെയും ചന്ദ്രവംശത്തിൻ്റെയും ചരിതത്തെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിൽ ശ്രീകൃഷ്ണ ഭക്തനായിരിക്കുന്ന എനിക്ക് ആർക്കാണ്? പരീക്ഷിത്ത് മഹാരാജാവിന്. ഞാനും രാജാവ് തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് വിസ്തരിച്ച് അറിയാൻ കഴിയണം എന്നുള്ളത് കൂടി പറയുകയാണ്. യഥോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാം തത്രാംശേനവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസനഃ. ഏ മുനിസത്തമ, അല്ലയോ മാമുനി ശ്രേഷ്ഠ, നല്ല വിചാരങ്ങളോടുകൂടി നല്ല കാര്യങ്ങളിൽ മാത്രം എപ്പോഴും മനസ്സ് വെച്ച് താത്വികമായ മനനശീലമുള്ള വിചാരശീലമുള്ള പുരുഷന്മാരെല്ലാം മാമുനി ശ്രേഷ്ഠന്മാരാണ്. ലോകഹിതത്തിനായിട്ട് അവർ ചെയ്യുന്ന കർമ്മം അത്രയും മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പകർത്താനാവുന്ന കർമ്മങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വയ്ക്കുക. ആ മാമുനി ശ്രേഷ്ഠന്മാർ ശ്രേഷ്ഠ ധർമ്മശീലസ്യ, ധർമ്മനിഷ്ഠനായ, യദോഹോ ച, യദുവിൻ്റെയും വംശവിസ്താര, വംശപരമ്പര, നിതരാം, ഏറ്റവും സ്പഷ്ടമായിട്ട് കഥിത പറയപ്പെട്ടു. തത്ര, അതിൽ, അംശേന, അംശമായ ബലരാമനോടുകൂടി, അവതീർണസ്യ, അവതരിച്ച, വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെ വീര്യാണി, പ്രഭാവങ്ങളെ നഹ, ഞങ്ങളോട് ശംസ വർണ്ണിച്ചാലും. ഇത്രയും നേരം അങ്ങ് പറഞ്ഞു തന്നത് രാജാക്കന്മാരുടെ മഹച്ചരിതങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ കേൾക്കാൻ, എന്നെപ്പോലുള്ള ഇവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ശുഗമഹർഷേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് നിർഗളിക്കേണ്ടതൊന്നു മാത്രമാണ് ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ച്. ഭക്തിയിലേക്ക് കൂടുതൽ ആമഗ്നരാകാൻ, അത് ശ്രവിച്ച് ഭക്തി ഉണ്ടാകുവാൻ ഞങ്ങളെ കൂടുതൽ ഭഗവാന്റെ അവതാര ലീലകളെ കേൾപ്പിച്ചു തന്നാലും പറഞ്ഞു തന്നാലും അത് കേട്ട് ഭഗവത് ഭക്തിയിൽ നിർവൃതരായിത്തീരട്ടെ ഞങ്ങൾ ഓരോരുത്തരും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഏറ്റവും യോഗ്യനാണ് ആര്? പരീക്ഷിത്ത് മഹാരാജാവ്. സർവ്വതും ത്യജിച്ചുകൊണ്ട് ഈശ്വരനെ മാത്രം മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് ഭഗവാന്റെ കഥകൾ മാത്രം കേൾക്കുന്നതിൽ താല്പര്യം, ബാക്കി ഒന്നിലോ, ഭക്ഷണത്തിലില്ല, പാനീയം മാത്രം അപേക്ഷിച്ചുകൊണ്ടാണ് ജീവിതം നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹച്ചരിതത്തെ കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഏറ്റവും നല്ല സജ്ജനമാണ് ആര്? പരീക്ഷിത്ത് മഹാരാജാവ്. അങ്ങനെയുള്ള അദ്ദേഹം ശുഗബ്രഹ്മർഷിയോട് അപേക്ഷിക്കുകയാണ്, വിഷ്ണു ഭഗവാന്റെ ആ ചരിതാമൃതത്തെ ഒന്നും കൂടെ ഞങ്ങളെ കേൾപ്പിച്ചു തന്നാലും എന്ന്. നമുക്കും അത് കേൾക്കാം. എല്ലാവർക്കും സുഹൃതമാകാൻ, സുഹൃതം ലഭിക്കുവാനുള്ള അവസരം കൂടിയാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ
പുണ്യ തേജസേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭക്തി സാന്ദ്രമായ ഹൃത്തിനേകി ശക്തിയമ്പനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ചോറ്റാനിക്കരയമ്മേ ജഗദംബികേ ആദിപരാശക്തി കൈതൊഴുന്നേ. ആധിയും വ്യാധിയും തീർത്തിടണേ, ആയുരാരോഗ്യങ്ങൾ തന്നിടണേ. ചോറ്റാനിക്കരയമ്മേ ജഗദംബേ ആദിപരാശക്തി കൈതൊഴുന്നേ. ആദിയും വ്യാധിയും തീർത്തിടണേ, ആയുരാരോഗ്യങ്ങൾ തന്നിടണേ. പാർവതി ദേവി ശ്രീഭദ്രയായി ചോറ്റാനിക്കരയിലവതരിച്ചു. ആദിപരാശക്തി ചൈതന്യമായി അഖിലാണ്ടമാകെ നിറഞ്ഞു ദേവി.